ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ മുകളിൽ കരുതുന്നുള്ള ഈ വർത്തമാനം സഹോദരിമാര് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് തൊട്ട അയൽവക്കത്തെ വീട്ടിലെ മതിലിന്റെ വക്കത്ത് വന്നിരുന്നുകൊണ്ടുള്ള ഈ വർത്തമാനം ഇതൊക്കെ നമ്മുടെ അമല് പൊളിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. അന്യരെ കുറിച്ച് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ, അല്ലാതെ വീട്ടിലെ വിശേഷം ചോദിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. അയൽവക്ക ബന്ധം വേണ്ടെന്നല്ല ഈ പറയുന്നത്, വേണം, പക്ഷെ അത് ദീനിയായ രീതിയിൽ കൊണ്ടുവരണം. അല്ലാതെ അവൾ അങ്ങനെയാണ് കേട്ടോ, അവൾ ഇങ്ങനെയാണ്, മറ്റവൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകർ പറയുകയാണ്, ലൈലത്തുൻ നസ്രിയ ബില സമാ, കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിൽ എന്നെ ആകാശരോഹണം നടത്തിയതാകുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഇത് നരകത്തിൽ കണ്ടതാണ് നബി തങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ഖബറിൽ കണ്ട കാര്യം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു ഫീഹാ ഇംറഅതാ മുഅല്ലഖതൻ ലിസാനഹാ ഇലൽ ഉസ്വാനതി മിനൻ നാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിലെ തൂണിനോട് ഒരു പെണ്ണിൻ്റെതാകുന്ന നാവിനെ വലിച്ചു നീട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ ഫഖുൽതു മൻ ഹുന്ന യാ ജിബ്രീൽ, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ് നബിയേ. അഥവാ ദുനിയാവിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച് ഫനായും ഫസാദും പറയുന്നവളാണ് നബിയേ. മോശത്തരം പറഞ്ഞ് നടക്കുന്നവളാണ് നബിയേ. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തബീയത്തുൽ ലിസാൻ, നരകീയ ശിക്ഷയായി നരകത്തിലെ തൂണിനോട് നാവിനെ വലിച്ചു നീട്ടി കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ദുനിയാവിൽ മോശത്തരം പറയുന്ന പെണ്ണാ. അവൾ ഭർത്താവിനെ കുറിച്ചാകട്ടെ, ഉപ്പയെ കുറിച്ചാകട്ടെ, ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ചാകട്ടെ, സഹോദരങ്ങളെ കുറിച്ചാകട്ടെ, നാട്ടുകാരെ കുറിച്ചാകട്ടെ, വീട്ടുകാരെ കുറിച്ചാകട്ടെ, ആരെ കുറിച്ച് മോശത്തരം പറഞ്ഞാലും നിന്റെ നാവ് നാളെ മഹ്ശറയിലല്ല, അല്ലാഹുവിന്റെ കോടതി കഴിഞ്ഞ് നരകീയ ശിക്ഷയിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിന്റെ തൂണിനോട് നിന്നെ നാവ് വലിച്ചു നീട്ടി കെട്ടപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് ശ്രദ്ധിക്കണം? നാവ് ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ അത്ഭുതം ഏതെന്നറിയുമോ? മറർനാ ബിഖൗമിൻ, ആറടി മണ്ണിന്റെ ഇരുട്ടറയിലുള്ളതാകുന്ന സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സാദിഖുൽ മസ്ദൂഖല്ലയോ ഹബീബങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സത്യം മാത്രം ലോകത്തിന് വിളംബരം ചെയ്ത വ്യക്തിത്വമല്ലയോ? അഷ്റഫുൽ ഖൽഖായ നബി തങ്ങൾ പറയുകയാ, മറർനാ ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുകയാണ്. അവരെങ്ങനെയുള്ളതെന്നറിയുമോ? ബൈന അയാദീഹിം ലഹമുൻ നളീജ് വലഹമുൻ ആഖറു ഖബീസ്. സഹാബാ അവര് ഖബറിലതാ മോശപ്പെട്ടതാകുന്ന മാംസവും സുഭിക്ഷമായ നല്ല വേവിച്ച ആഹാരവും അവരുടെ മുന്നിൽ 2 പ്ലേറ്റ് മുഖേന വെച്ചിരിക്കുകയാണ്. ബൈന അയാദീഹിം ലഹ്മുൻ നളീജ് വആഖറു ലഹ്മുൻ ഖബീസ്. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു പ്ലേറ്റ് നിറച്ച് നല്ല ബീഫ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവം അതുകൊണ്ട് ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. ഒരു പ്ലേറ്റ് നിറച്ച് മോശപ്പെട്ട മാംസം കൊണ്ടത് വെച്ചിരിക്കുക. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ദുർഗന്ധമുള്ള മാംസം. ഒരു പ്ലേറ്റോ നല്ല മണം. ചില ബസ്സിലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കടയിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്ന മണം കഴിഞ്ഞാൽ ഒന്നും അവിടെ നിന്ന് ചവിട്ടാൻ തോന്നും അല്ലേ? ഒന്ന് ഇറങ്ങിയിട്ട് 2 ഒറോട്ടി കടിച്ചുകൊണ്ട് പോയാൽ 2 പത്തിരി അടിച്ച് 2 പത്തലടിച്ചാൽ കൊള്ളാൻ തോന്നും. ആ സൈസ് മണം ഉണ്ടാവും. വൈകിട്ട് ഇശാ മഗ്‌രിബിനടിയിലൊക്കെ ഒന്ന് പോയി നോക്കാം, ചട്ടഞ്ചാലങ്ങാടിയിലൊക്കെ പോയാൽ ആ മിനലിൽ നിന്നൊക്കെ വരുന്ന മണം അല്ലേ? മിനലിന് അങ്ങനെ മണം ഇല്ലേ? എന്തായിക്കോട്ടെ.
ആ മണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് കയറി ഒന്ന് കഴിച്ചാലെന്താ എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നതുപോലെ ഇവന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക, ഖബറിലാണ് മുന്നിൽ കൊണ്ടുവന്ന് നല്ല ഫുഡ്, തൊട്ടിപ്പുറത്ത് മോശപ്പെട്ട ഏറ്റവും ദുർഗന്ധമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോശപ്പെട്ട ഫുഡ് എടുത്തുകൊണ്ട്, മോശപ്പെട്ട മാംസം എടുത്തുകൊണ്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവനോട് തിന്നാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. കഴിക്കാത്തതാകുന്ന സഹോദരന്റെ വായ തുറന്നു പിടിച്ചുകൊണ്ട് വായിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് തീറ്റിക്കുകയാ. ഞങ്ങൾ ഖബറിൽ കണ്ട ശിക്ഷയാണിതെന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഉടനെ തന്നെ സഹാബാ, ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ കൂട്ടരെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞ മറുപടി, ലഹും ഇംറാത്തുൻ ഹലാൽ വതറകൂഹുന്ന ഇലാ സാലിയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇവർക്കെല്ലാവർക്കും ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചതായ ഭാര്യമാരുണ്ട് നബിയേ, വിവാഹം കഴിച്ചതാകുന്ന ഭർത്താക്കന്മാരുണ്ട് നബിയേ. എന്നിട്ട് വഖറജു താരിഖീഹിന്ന ഇലാ സാനിയാ, ആ പാവപ്പെട്ട സ്ത്രീകളെ, ആ പാവപ്പെട്ട സഹോദരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മോശപ്പെട്ടതാകുന്ന സാനിയാക്കളിലേക്ക്, വ്യഭിചാരിണികളിലേക്ക് പോയവരാ. അവരിതാ ഖബറിലെത്തുമ്പോ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്, ശിക്ഷയാണ്. സുഭിക്ഷമാകുന്ന ആഹാരം ഒരു തട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കൺമുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ആസ്വാദനമോ അതിന്റെ മണമോ അതിന്റെ രുചിയോ ആസ്വദിക്കാൻ സമ്മതിക്കുകയില്ല. തൊട്ടപ്പുറത്തെ ഒരു പ്ലേറ്റിൽ മോശപ്പെട്ടതാകുന്ന ദുർഗന്ധം വമിക്കുന്നതായ ഹറാമായ രീതിയിൽ അറുത്തതാകുന്ന മാംസം കൊണ്ടുവന്ന് അതവനെ കൊണ്ട് നിർബന്ധിക്കുകയാണ്, നിർബന്ധിക്കുകയാ. മാസങ്ങൾ പഴക്കമുള്ള മാംസമാണ്, അത് നിർബന്ധിക്കാൻ വേണ്ടി പറയുകയാണ്. കഴിക്കാതിരിക്കുന്നവന്റെ മായ തുറന്നു പിടിച്ചുകൊണ്ട് കഴിപ്പിക്കുകയാണ്. അവൻ ദുനിയാവിൽ സ്വന്തം ഭാര്യയെ മറന്നുകൊണ്ട് മറ്റു കാമുകിമാരുമായി ചാഞ്ചിക്ക് നടത്തിയവനാണ്, സംസാരിച്ചവനാണ്. 18 നിറകുടങ്ങളാകുന്ന സഹോദരിമാരെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. വള്ളത്തും കാലുള്ള പ്രിയപ്പെട്ട അമ്മ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലയോ സഹോദര, സഹോദര, നീ പതിവ്രത കാത്തു സംരക്ഷിക്കണേ. എന്നാൽ നിന്റെ ഭാര്യ അവളും പതിവ്രത കാത്തു സംരക്ഷിക്കുന്നവളാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ പതിവ്രത കാത്ത് സംരക്ഷിച്ചാൽ മാത്രമേ നിന്റെ ഭാര്യ പതിവ്രത കാത്ത് സംരക്ഷിക്കുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ അന്യ പെണ്ണുമായി നല്ല ഫോൺ വിളിയില്ല, എന്നിട്ട് വീട്ടിൽ വരുമ്പോ ഉണ്ട് റാഹത്തായിട്ടിരിക്കണം. എന്നാ പെണ്ണുമ്പിള്ളേ അതേപോലെയാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആരുടെ വർത്താനാണ്? അല്ലാഹുവിന്റെ റസൂല്. മഫ്ഹൂം മുഖാലഫ പഠിക്കണം നമ്മൾ. താജുദ്ദീൻ സുബിക്കി റഹിമഹുല്ലാഹ് ജംഉൽ ജമാമിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായി പറഞ്ഞത്? ഉഫു തഉഫു നിസാഅക്കും, നിങ്ങൾ പതിവ്രത കാത്ത് സംരക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യയും പതിവ്രത കാത്ത് സംരക്ഷിക്കും. നിങ്ങൾ നാട്ടിലുള്ള മുഴുവൻ സിനിമയും കണ്ട് സീരിയലും കണ്ട് സണ്ണി ലിയോനെയും കണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നിട്ട് അവസാനം വീട്ടിൽ വരിക, എന്നിട്ട് പെണ്ണുമ്പോൾ റാഹത്താകണമെന്ന് പറഞ്ഞാൽ നടക്കൂല. പെണ്ണുമ്പോൾ അപ്പോഴും എന്തുണ്ടാവും? അതുവരെ ഉള്ള പോൺസാറിനെയൊക്കെ കണ്ട് റാഹത്തായിട്ട് നല്ല നമസ്കാരമൊക്കെ നിർവഹിച്ച് നിന്നെ കാത്തിരിപ്പുണ്ടാവും. വിളിക്കേണ്ടവരെല്ലാം വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അവക്കും അറിയാം ഡിലീറ്റ് ചെയ്യാനൊക്കെ എല്ലാം കേട്ടോ. അവക്കും അറിയാം ഈ സീക്രട്ട് കോഡും ഒക്കെ ഇട്ട് വെക്കാം. നീ മനസ്സിലാക്കി നിനക്ക് മാത്രമല്ലേ ഈ പാറ്റേൺ ഒക്കെ കൈയിട്ട് വരയ്ക്കും. അവളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്നേക്കാൾ വലിയ പിഴക്കുന്നുള്ളതും നിന്റെ ഭാര്യ ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് നീ സൂക്ഷിക്കുന്ന നിന്റെ പതിവ്രതത്തെ, എന്നാൽ നിന്റെ ഭാര്യ അവളുടെ പതിവ്രതത്തെ കാത്തു സംരക്ഷിക്കും സയ്യിദുനാ റസൂലുള്ളാഹി.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാർക്ക് ഒരു ധാരണ, വിവാഹപ്രായം എടുത്തുമ്പോൾ പള്ളി വരിക, ഭയങ്കര നിസ്കാരം, വെള്ളത്തുംകാലം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, എത്തിക്കാഫിന് നിയ്യത്ത് വെച്ചിരിക്കാൻ, എത്തിക്കാഫ ബിഹാദൽ മസ്ജിദ് ഇല്ലായിട്ടാലും പഠിച്ചവൻ ഇവിടെ ഇരിക്കുക. എന്താ കാര്യം? എങ്ങനെയെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടി റാഹത്തായിട്ട് വരണം, അതിന് പള്ളിയിലെ മൂല്യാര സർട്ടിഫിക്കറ്റ് കിട്ടണം, ഉസ്താദ് പറയണം ആള് കുഴപ്പമില്ല എന്ന് പറയണം, അതിന് എപ്പോഴും പള്ളിയിൽ തന്നെ. നിസ്കാരം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ പള്ളിയിലോട്ട് കാണലേ ഇല്ല.